ഞാവലിൻ്റെ വർഗ്ഗമെന്ന് പറയുന്നൊരു ചെടിയാണ് കിളിഞ്ഞാവൽ. അപ്പോൾ ഇത് പേര് പോലെ തന്നെ ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ കായ കിളികൾക്കാണ് കേട്ടോ. ഇത് ഒരു എല്ലാ സീസണും ഉണ്ടാകുന്ന ഒരു ചെടിയും കായൊക്കെ തന്നെയാണ്. എന്നുവെച്ചാൽ മഴയെന്നോ വെയിലെന്നൊന്നുമില്ല. ഇതിങ്ങനെ ഈ കായ പഴുത്ത് കഴിഞ്ഞാൽ അടുത്ത പൂക്കും പിന്നെയും കായ ഉണ്ടാവും, അങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു 5-8 വർഷമൊക്കെ ആയി കണ്ടു. ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൊമ്പൊക്കെ അടിയിൽ നിന്ന് തന്നെ കൊത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ശരിക്കും പറ്റിക്കപ്പെട്ട ഒരു രീതിയിലാണ് ഈ ചെടി വാങ്ങിച്ചത്. നമ്മൾ ഒരു എക്സിബിഷൻ നടക്കുമ്പോൾ അവിടെ പോയിട്ട് അന്ന് ഞാവലൊക്കെ ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു പ്രായം. ഞാവൽ അന്നും ഒന്നും ഇഷ്ടം തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഒരു ഇഷ്ടമാണെന്ന് വിചാരിക്കണം. ഞാവൽപ്പഴം പഴുത്ത ആർക്കാണ് ഇഷ്ടമില്ലാത്ത അല്ലേ? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചിട്ട് ചോദിച്ചപ്പോൾ അവർ തന്നു, പറഞ്ഞിട്ട് തന്നു അതാ ഞാവൽ ചേച്ചിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളന്ന് അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വളരെ വളമൊക്കെ ഇട്ട് ആകാംക്ഷയോടുകൂടി നമ്മൾ കുഴിച്ചിട്ടു. എന്നും വന്ന് നോക്കും, ഇത് പൂത്തിട്ട് വേണമല്ലോ ഞാവൽപ്പഴം തിന്നാനായിട്ട്. അങ്ങനെ അവസാനം അത് പൂത്തു കായ്ച്ചു. കായ്കൾ ഇങ്ങനെയായി. ഇത് കഴിച്ചപ്പോഴാണ് അതിൻ്റെ രുചി വളരെ എനിക്കധികം ഇഷ്ടമായില്ല, അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ നമുക്ക് പിന്നെ അത്ര ഇൻട്രസ്റ്റ് പോയി. ശരിക്കും പ്രാങ്ക് പോലെയായി നമ്മൾ. അതുകൊണ്ട് നമ്മളിത് എന്ത് ചെയ്തു, വലിയ ശക്തിക്ക് വളരാൻ അനുവദിക്കാതെ വെട്ടി ഒതുക്കി നിർത്തുന്നതാണ്. ഇതൊരു ഓർണമെൻ്റൽ ചെടി പോലെ നമുക്ക് വളർത്താം. കാരണം ഇതിൻ്റെ കൂമ്പുകൾ ഇങ്ങനെ ഒരു റെഡ് കളർ വരും. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് കളയാത്തത് എന്താണെന്ന് വെച്ചാൽ കിളികൾക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇത് പഴുത്ത അവർ വരും. ഇപ്പോൾ ഇതാണ് ഒരു റോസ് കളറിൽ കൊലകൊലയായിട്ട് ഇതിൻ്റെ പൂക്കളുണ്ടാവും. ഇതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് കായ. പിന്നെ ഒരു ലൈറ്റ് ഇങ്ങനത്തെ ഒരു കളറിൽ വരും. പിന്നെ അത് നല്ല പർപ്പിളായിട്ട് മാറും. ഇപ്പോൾ ഇതിൽ കുറച്ചും കൂടി കളർ വന്നു തുടങ്ങിയാണ്. ഇങ്ങനെ വന്നു തുടങ്ങി അതൊന്നുകൂടി നല്ല ഡാർക്ക് കളറായിട്ട് മാറും. പർപ്പിൾ നമ്മൾ കറുത്ത മുന്തിരിയിൽ അതുപോലെ മാറും. ഇനി ഇതിൻ്റെ രുചിയെന്ന് പറഞ്ഞാൽ നമ്മൾ നീറോലി കായ, നീറോലി ചെടി പണ്ട് മതിലുമ്പിലും അരികിലൊക്കെ വേലിയുമ്പിലൊക്കെ കാണുന്ന നീറോലി, ആ നീറോലിക്കായുടെ അതേ രുചിയാണ്. ഒരു ചവർപ്പാണ്. നമ്മൾ കയ്യിൽ പിടിച്ചാൽ കൈ വൈലറ്റാവും ആ കായ. അതുപോലെ തന്നെയാണ് അത്. ഇങ്ങനെ ഇലയുടെ അടിയിൽ തൂങ്ങിയാണ് കിടക്കുക. ഇതിങ്ങനെ ബഞ്ച് പോലെ, അതായത് കൊലകൊലമായിട്ട് ഉണ്ടാവും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള രുചിയാട്ടോ. കാരണം ഇവിടെ മക്കൾ ചെറുതായിരിക്കുമ്പോൾ അവർ നന്നായിട്ട് പഴുത്ത കഴിച്ചു കിടുന്നു, വാരി കോരി തിന്നു കിടുന്നു. പക്ഷെ ഇപ്പം അവർ നോക്കണില്ല, ഭാഗം തിരിഞ്ഞു നോക്കണില്ല. ഇത് പഴുക്കാത്ത കാരണമാണ് കിളികൾ വരാത്തത്. പഴുത്ത് കഴിഞ്ഞാൽ തൊപ്പിക്കിളി അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു കിളികൾ വന്നിട്ട് ഇത് ധാരാളമായിട്ട് കഴിക്കും. മാത്രമല്ല പറമ്പിൽ മുഴുവൻ ഇതിൻ്റെ തയ്യെ മുളയ്ക്കും. ഞാൻ ഇതിൻ്റെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനതൊക്കെ വലിച്ച് കളയും. ഇത് മാത്രം നിർത്തിയേക്കാണ് കിളികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇത് മെഡിസിനൽ പ്ലാന്റാന്നൊക്കെ പറയുന്നുണ്ട്. വെച്ചാൽ പണ്ട് കാലങ്ങളിലൊക്കെ ഇതിൻ്റെ ഇലയോ വേരോ ഒക്കെ മെഡിസിനലായിട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. നമുക്ക് അത്രയൊന്നും ഡീറ്റെയിൽ അറിയില്ല. പക്ഷേ ഇതിൻ്റെ രുചി ഇതാണ്. അപ്പോൾ ഇത് അറിഞ്ഞും കണ്ടും വാങ്ങിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ വളർത്താൻ നല്ലതാട്ടോ. അപ്പോൾ നമുക്ക് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ആവില്ല എല്ലാവരും. മധുരം ഇഷ്ടമില്ലാണ്ട് ഇങ്ങനെ ചവർപ്പ് കഴിക്കുന്നവരില്ലേ ചിലർ, കുട്ടികളുടെ പോലെ പറയില്ലേ, കുട്ടികൾ ഇങ്ങനെ വാരി വായിലിടാറുണ്ട്. എല്ലാ കുട്ടികളും വന്നാൽ പൊട്ടിച്ച് തിന്നാറുണ്ട്. പക്ഷേ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ അവർക്കും ഈ കായ ഇഷ്ടമല്ല. അപ്പോൾ ഇതൊക്കെയാണ് കിളിഞ്ഞാവലിൻ്റെ പ്രത്യേകതകൾ. ഞാൻ പറഞ്ഞ പോലെ എല്ലാ സീസണിലും ഇതുണ്ടാവും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കേ.